വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തംബ്നെയിലൊക്കെ കണ്ട പോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹൂ നോസ് മീ ബെറ്ററും അതുപോലെ തന്നെ 24 hours നോ സ്ലീപ്പ് ചാലഞ്ചും. അപ്പോൾ ഭാഗ്യവശാൽ ഇപ്രാവശ്യം ഹൂ നോസ് മീ ബെറ്റർ ആണ് മെജോറിറ്റി വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച്. അനു ഉണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഞാനായിരിക്കും ക്വസ്റ്റ്യൻസ് വായിക്കുന്നത്. എന്നെ എത്രത്തോളം ഇവർക്ക് അറിയുന്നു എന്നാണ് ഞാൻ നടക്കാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്കോർ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിരിക്കാം. സോ ഗൈസ്, അനുവിനൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് എന്താണ് കേൾക്കാം. സോ ഗൈസ്, നമ്മുടെ ചാനലിന്റെ പേര് തന്നെ അവർ ഫാമിലി വ്ളോഗ്സ് ആണ്. സോ നമ്മൾ ഈ ചാനൽ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാൽ, ആസ് നമ്മുടെ നെയിം പറയുന്ന കണക്ക് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നമുക്കിപ്പോൾ പലരും പറയുന്നുണ്ട് ഒരു പ്രൈവസി ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല, നമുക്ക് പ്രൈവസിയിൽ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, കാണിക്കേണ്ട കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സോ അതിനകത്ത് ഓവറായിട്ട് എന്താ പറയുന്നത് കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കൂടുതലും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കുക്ക് ചെയ്യുന്നത്, ഇതല്ല നമ്മുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി പോലെ നമ്മൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ആണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ 30 questions ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? പറയണേ, ഉറക്കെ പറയണേ. ഓക്കെ ഗൈസ്, നമുക്ക് ഹൂ നോസ് മീ ബെറ്ററിലോട്ട് കടക്കാം. അപ്പോൾ ഇവരെങ്ങനെ ആൻസർ പറയണ്ടേന്ന് വെച്ചാൽ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ഹാൻഡ്സ് അപ്പ് ചെയ്യണം, ഇങ്ങനെ കൈ വെക്കണം. അപ്പം അയാൾക്കാണ് ചാൻസ് ആദ്യം സംസാരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മൈ ഫേവറേറ്റ് യൂട്യൂബർ. ഞാൻ ഇവിടെ വല്ലതും എഴുതി ഇങ്ങനെ കാണിക്കാം കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മൈ ഫേവറേറ്റ് യൂട്യൂബർ. പ്രവീൺ പ്രണവും മുത്തുക്കിളിയും. യെസ് ഗൈസ്, കറക്റ്റ് ആണ്. അമ്മയ്ക്ക് 1 point, അനു 0. ഞാൻ സ്കോർ ഇവിടെ കൊടുത്തിരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് കളർ. ആദ്യം പൊക്കിയത് അനുവാണ്. സോ പറഞ്ഞോളൂ. മെറൂൺ. തെറ്റാണ്. അമ്മ പറ. ബ്ലാക്ക്. അമ്മയ്ക്ക് അറിയായിരുന്നു, നിനക്കറിയത്തില്ലായിരുന്നാ? എനിക്ക് ബ്ലാക്ക് ഇഷ്ടം. അമ്മയ്ക്ക് അതിനൊന്നും ക്വസ്റ്റ്യൻ കാണാൻ പറ്റത്തില്ല കേട്ടോ. അത് ഞാൻ ഇങ്ങനെ വെച്ചാണ് വായിക്കുന്നത്. സോ അമ്മ 2, അനു 0. സോ തേർഡ് ക്വസ്റ്റ്യൻ, മൈ റീസെന്റ് ഫേവറേറ്റ് സോങ്. പറ. ഇതളേ നീ ആ പാട്ട്. ഇതളേ നീ സ്നേഹത്തിൽ ആ പാട്ട്. അമ്മയ്ക്ക് അറിയാം. അതിന് 1. ഓക്കെ, എന്നാലും ഞാൻ ലീഡ് ചെയ്തു with 2. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് കോസ്മെറ്റിക്. ലിപ്സ്റ്റിക്. കൈ പൊക്കിട്ട് പറയാം. അവസരം തരുമ്പോൾ മാത്രം സംസാരിക്കുക. ഞാൻ എന്താ പറഞ്ഞ, കൈ പൊക്കുക, പൊക്കിയിട്ട് കാര്യമില്ല. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ആ പോയിന്റ് എനിക്ക് കിട്ടും. അല്ല പ്ലീസ് തന്നോളൂ. എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം. എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കണം എനിക്ക് ആഗ്രഹമില്ല. സോ അമ്മയ്ക്ക് 3 points, അനു 1 point. Which insect am I afraid of? കോക്രോച്ച്. അനുവിന് 2, അമ്മ 3. പെട്ടെന്ന് പറയണം കേട്ടോ, ഇങ്ങനെ കൈ പൊക്കിട്ട് തന്നെ പറയണം. കൈ പൊക്കണം. പക്ഷെ ഇത് നിങ്ങൾക്ക് മേ ബി ഈസി ആയിരിക്കാം. ഹൂ ആർ മൈ ബെസ്റ്റീസ്? നൂറ, ഷറഫ് ആൻഡ് യേതുലക്ഷ്മി. ഇവർക്ക് അറിയാം, പക്ഷെ ഇവളെന്ത് എന്റെ റെസ്പോൺസീവ് ടൈം ഭയങ്കര കൂടുതലാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അമ്മ 4, അനു 1. 2 സോറി. നിങ്ങൾക്ക് ഇത് മേ ബി അറിയില്ലായിരിക്കാം, എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ 7th ക്വസ്റ്റ്യൻ, മൈ ബർത്ത് ടൈം. അമ്മ ഓക്കെ 12:55 PM.
നിനക്കറിയാമോ? കൊള്ളാം, എവനാള് കൊള്ളാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം അമ്മയ്ക്ക് 5 അനു 2. 8ാമത്തെ ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ. പുട്ടുകുറ്റി. Tying the knot അല്ലേ ഇവിടെ പുട്ടുകുറ്റി. അതാ കറക്റ്റ്. പുട്ടുകുറ്റി എന്ന് വെച്ചാൽ അഞ്ജുന് മാത്രം ഒരു പ്രത്യേകം ഹെയർ സ്റ്റൈലാണ്. യെസ് ഗൈസ്, ഞാൻ ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്ന ബണ്ണെന്നാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് പുട്ടുകുറ്റി. ഞാൻ ഇപ്പം വരാം പുട്ടുകുറ്റി. കണ്ടാ പുട്ടുകുറ്റി എനിക്ക് ഇഷ്ടം. എനിക്ക് ചൂടത്ത് മാത്രല്ല, ഞാൻ എപ്പോഴും അങ്ങനെയാണ്. വീട്ടിൽ ഇപ്പൊ ആര് വന്നാലും ഞാൻ അങ്ങനെ. അഞ്ജുന് ഏറ്റവും ഇഷ്ടമല്ലാത്തത് പോണിറ്റെയിൽ. പോണിറ്റെയിലിട്ട് ഫുള്ള് ചടക്കാവും. എനിക്കപ്പം 3. അമ്മയ്ക്ക് ഇത്രയും 5. 5-3. So 9th question. My favorite dress. ജീൻസ് ആൻഡ് ടോപ്പ്. Correct. 5-4. അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ പെട്ടെന്ന് ആലോചന വന്നിട്ട് ഇത് പോയി. സോ 10th question. My favorite lipstick brand. Mamaearth. അനു പറഞ്ഞത്. So അനുവിന് 5, അമ്മ 5. Tie competition. My birthday. 0-5-0. October 5th. 5th October. Date ആണ് ഈ പറയുന്നത്. ദിവസമാ. Date ആണ് 5th October. അത് എല്ലാ വർഷവും മാറി മാറി വരത്തില്ലേ? ജനിച്ച 2006 എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. വെറുതെ കണ ഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? I can only say it was on Wednesday 2006. 5th October 2006. So നമ്മുടെ at YouTube 12:55 PM. സോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യാം. ആ സമയം ആവട്ടെ, ഇനി സമയം. അടുത്തത് 12th. അപ്പം അമ്മയ്ക്ക് 6, 5. മൈ ഫേവറേറ്റ് ടീച്ചേഴ്സ് ഇൻ അമൃത മായാമിസ്, ചിത്ര മിസ്, ലക്ഷ്മി മിസ്. അമൃത വിദ്യാലയം ആൻഡ് TCAM-CPS. Anju miss, Rakhi miss, Ragi miss and പറ്റത്തില്ല. Leena miss. പറ്റത്തില്ല, ഞാൻ ആദ്യം പറഞ്ഞു. You didn't say മതി. ഇംഗ്ലീഷ് ടീച്ചറൊക്കെ ഞങ്ങൾ സ്കൂളില്. ഇവിടെ വേണ്ട. നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. ഞാൻ പറയട്ടെ, അമൃത വിദ്യാലയത്തിലും TCAM-CPS-ലും ഞാൻ 3 ടീച്ചേഴ്സിന്റെ ആണ് പേര് എഴുതിയിരിക്കുന്നത്. അമ്മ പറഞ്ഞ 3 ടീച്ചേഴ്സ് കറക്റ്റ് ആണ് TCAM-CPS-ല്. അനു പറഞ്ഞത് തെറ്റാണ് TCAM-CPS-ല്. ബട്ട് അമൃത വിദ്യാലയത്തിലെ കറക്റ്റ്. ഞാൻ എന്തോ പറഞ്ഞു? അപ്പൊ എനിക്ക് ആ പോയിന്റ് വരണ്ട. കാരണം എന്ന് വെച്ചാൽ ഞാൻ അമൃതയിലേയും പറഞ്ഞു, TCAM-ലേയും പറഞ്ഞു ഒരെണ്ണം. സോ 4 ഞാൻ പറഞ്ഞു, അമ്മ 3 പറഞ്ഞോളൂ. ബാക്കി അമ്മ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. മഞ്ജു മിസ് ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. സോ എനിക്കിപ്പോ 6. എനിക്ക് 6. അമൃതയില് ലക്ഷ്മി മിസ് ഹിസ്റ്ററി പഠിപ്പിക്കാൻ നമ്മൾ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. മായ മിസ് ബയോളജി, ചിത്ര മിസ് ഇംഗ്ലീഷ്, പിന്നെ TCAM-ല് ലീന മിസ് മലയാളം, രാഖി മിസ് കെമിസ്ട്രി. അത് നമ്മൾ റിസപ്ഷന് പോയ വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ജു മിസ് ഫിസിക്സ് ആണ് കേട്ടോ. സോ 13ാമത്തെ ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഫാസ്റ്റ് ഫുഡ്. ഷവർമ. chicken. ഇല്ല, അഞ്ചു പാർട്ടിയാലിറ്റി. ഇത് ബിഗ് ബോസ് അല്ല. ഷവർമയുണ്ട്. ഷവർമ ഇസ് ദ ബെസ്റ്റ് ആൻസർ അല്ലേ? ഷവർമ ഞാൻ എഴുതിയിട്ടുണ്ട്. നീ എന്തോ ആൻസർ എഴുതിയിരിക്കുന്നേ? ആദ്യം എഴുതിയിരിക്കുന്ന ഷവായി, ബ്രോസ്റ്റഡ് ചിക്കൻ, ഷവർമ. ഇത് 3 ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാലും ഞാൻ പോയിന്റ് കൊടുക്കും. അതുകൊണ്ടാണ്. സോ ഞാൻ ആദ്യം കൈവയ്ക്കും. സോ എനിക്കാ പോയിന്റ്. സോ 7 points for me. ഞാൻ ഇങ്ങനെ വെക്കാം. എനിക്ക് എനിക്ക് 7. അമ്മയ്ക്ക് 6. അമ്മയ്ക്ക് 6, അനുവിന് 7. കേറി വരണം കേട്ടോ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്ലേസ് വിച്ച് ഐ want to visit again and again. Kuwait. Correct. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാൻ അറിയാതെ. നമ്മളെവിടെ കേട്ടതില്ല. നമ്മൾ പാസ് ഔട്ട് ആയി പോയ പിള്ളേരാണ്.
അപ്പോ 7 അപ്പൊ അടുത്തത് 15. ഡു ഐ പ്രിഫർ ടീ ഓർ കോഫി? ടീ അഞ്ജുന് രാവിലെ അഞ്ജുന് ചായ ഇഷ്ടം, പക്ഷെ ഈവനിങ് ടൈമില് അവള് കുടിക്കാറില്ല ചായ. 8-7. 18th question. Do I prefer to stay in or go Stay out. Go out. Go out. Stay out. Go out. എടാ ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താ നിങ്ങൾ പറയുന്നത്? ആദ്യം ക്യൂട്ട്നെസ് കാണിക്കുക guys. അപ്പൊ എനിക്ക് 9, അമ്മയ്ക്ക് 7. Next 17th question. Do I have an enemy? Yes. ഞാനാ കൈ പൊക്കിയത്. ഞാനങ്ങനെ ബുക്ക് ചെയ്യേ. സോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് അതായത് ആരാ കൈ ആരാണ് പൊക്ക് ചെയ്യുന്നത്? കൈ ആദ്യം പൊക്ക് ചെയ്യുന്ന ആദ്യം അറിയാത്തോണ്ട് നമ്മള് ആ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മള് നോക്കി കേട്ടോ, റെഫർ ചെയ്തു. അപ്പോ അനുവാണ് കൈ പൊക്കിയത്. സോ 10-7 അല്ലേ? വാട്ട്സ് മൈ ഡ്രീം ജോബ്? LLB അല്ലല്ല, ഹോട്ടൽ മാനേജ്മെന്റ്. അതൊക്കെ എനിക്ക് അതാണ് ഇഷ്ടം. ഇഷ്ടം അതാണ്, പക്ഷെ നമ്മള് അതിനല്ല പഠിക്കുന്നത്. അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നോ? അറിയായിരുന്നു. എനിക്ക് 11 പോയിന്റ്, അമ്മയ്ക്ക് 7 പോയിന്റ്സ്. ഓക്കെ. 19ാമത്തത്. വാട്ട്സ് എ ഷോ ഐ ക്യാൻ വാച്ച് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് നെവർ ഗെറ്റ് ടയർഡ് ഓഫ്? റോൾ നമ്പർ 21 കാർട്ടൂൺ നെറ്റ്വർക്ക്. എപ്പോഴും അത് തന്നെയാ കണ്ടോണ്ടിരിക്കുന്നത്. 11. Name the person to whom I share all my secrets. Me. അറിയത്തില്ലായിരുന്നോ? 9-11. അമ്മയുടെ അടുത്താണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യാറ്. Which is my last shorts that I have uploaded in my YouTube channel? യദുവിന്റെ നൂറയുടെ വീട്ടിൽ പോയത്. ഞങ്ങളുടെ അമ്മൂമ്മയുടെ ഇന്നിട്ട് 9. ഇപ്പൊ എത്ര പ്രശ്നമായി? 21 ആയോ? my favorite flavor of ice cream. ചോക്ലേറ്റ്. ഞാൻ So guys, point goes to അമ്മ. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം ആണ്. ഞാൻ പറഞ്ഞില്ലല്ലോ ചോക്ലേറ്റ് ഒന്ന്. പിന്നെ എങ്ങനെ പോയിന്റ് പോന്നേ? അതല്ല പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങ് പോവാം, നിങ്ങൾ പോയിന്റ് പോകുന്നത് എനിക്ക്. ഈ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മുമ്പത്തെ വീഡിയോ റെഫർ ചെയ്തപ്പോ അമ്മ ഫസ്റ്റ് കൈ പൊക്കി, പക്ഷെ അവള് കൈ പൊക്കി ആൻസർ ചെയ്യും. ഓക്കേ, നിനക്ക് ആ പോയിന്റ് ഇരിക്കട്ടെ. യെസ്, ദാറ്റ് ഈസ് ജസ്റ്റിസ്. ഇവള് ഒരുമാതിരിത്തെ ഞാനൊന്നും പറയുന്നില്ല. സോ 13-9. What makes me really angry? കൊച്ചേന്ന് വിളിക്കും. അല്ല. കള്ളം പറയുന്നേ. അല്ല. ചൂടെടുക്കുന്നേ. അല്ല. പിന്നെ എന്തോ ഒരു റിലേഷൻ ഉള്ളയാ? അച്ഛൻ വഴക്ക് പറയുമ്പോ. അല്ല. എന്തോ ലൈക് റിലേഷൻ? നിന്നെ എപ്പോഴും അതിന് ഞാൻ ജോലി ചെയ്യാത്തതിന്. ഓ, അപ്പൊ ഈ വ്ളോഗ് എന്തിനാ എടുത്തേന്ന് മനസ്സിലായോ? എന്നെ അല്ല, ഞാൻ പറയട്ടെ, അനു ഇവിടെ ജോലി അധികം ചെയ്യാറില്ല. ഞാൻ എന്റേതായിട്ടുള്ള ജോലി ചെയ്യാറുണ്ട്. ഞാൻ കാർ കഴുകാറുണ്ട്, കാറിന്റെ എല്ലാ പണികളും ഞാൻ വാക്യൂം ക്ലീൻ ചെയ്യാറുണ്ട്. ഇത്രയും നാളുമായിട്ട് ഒരു പ്രാവശ്യം ചെയ്തു. അത് കാര്യമില്ല, ഇത്ര നല്ല എക്സാംസ് ആയിരുന്നു. പിന്നെ അനുവിനെക്കാട്ടി ഞാനാണ് ഈ വീട്ടിൽ ജോലി ചെയ്യാറ്. പിന്നെ ഞാൻ റൂം ഫുള്ള് ക്ലീൻ ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പൊ പിന്നെ കൂടുതലും ഫോണിനേക്കാളും എൻഗേജ് ആവുന്ന ക്രാഫ്റ്റ് വർക്ക്സിലാണ്. സോ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി. അല്ലല്ല, ബാക്കി ഇവിടെ ഉണ്ടാക്കണം. അവിടെ പേപ്പർ മൊത്തം കിടക്കുന്നുണ്ട്. 10-13 അല്ലേ? 10-13. What's the best surprise I have ever received? 24th question. അത് ആരെങ്കിലും തന്നതാണോ? ടെഡി ബിയർ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതെ ഗൈസ്, എന്താന്ന് വെച്ചാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടെഡി ബെറിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. സോ എനിക്ക് വലിയ ടെഡി ബെറിനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ ആദ്യം അമ്മ അതൊരു സ്റ്റോറിയാണ് കേട്ടോ. അത് ഞാൻ അമ്മയടുത്ത് ആദ്യം പറഞ്ഞു, അമ്മ എനിക്ക് മേടിച്ച ആ സമയത്ത് അവിടെ അച്ഛനുള്ള സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ അമ്മ അച്ഛൻ വരുന്നതിന് മുമ്പേ പറഞ്ഞതാ.
എനിക്ക് ഇങ്ങനെ വേണമെന്ന്. അപ്പൊ അച്ഛൻ വന്നതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്തു. അതിന് ശേഷം നീയല്ല ഓർഡർ ചെയ്ത്, ഞാനാണ് ഓർഡർ ചെയ്തത്, നീ അറിയാതെ. എന്നിട്ട് എന്നോട് പറഞ്ഞു അയ്യോ അത് സ്റ്റോക്ക് തീർന്നു പോയി, അപ്പൊ നമുക്ക് പാവ വേണ്ട എന്നൊക്കെ പറഞ്ഞു. എന്റെ ബർത്ത്ഡേക്കുടെ കാര്യമാണ് കേട്ടോ. അപ്പൊ എന്റെ പിന്നെ ഒരു കാര്യം പറയാം, ഇത് അച്ഛൻ അവിടെ നിന്നപ്പോഴാണ് എന്റെ അടുത്ത് ഓർഡർ ചെയ്യാൻ പറഞ്ഞത്. അച്ഛൻ വന്നപ്പോ ഇവിടെ വരികയും ചെയ്ത സംഭവം. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. പാത്ത് വെച്ചിരുന്നു. എന്റെ ബർത്ത്ഡേക്ക് ഒളിച്ച് കേക്കൊക്കെ മുറിച്ചതിന് ശേഷം വലിയ ടെഡി ബെയർ തന്നു. സോ എന്താണ് സർപ്രൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 13 ഉം 11. 5 ക്വസ്റ്റ്യൻ കൂടെ ഉള്ള പെട്ടെന്നല്ല പോയെ. സോ 25th ക്വസ്റ്റ്യൻ ആണ്. ഇനി 5 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു ഹൂ നോസ് മീ ബെറ്റർ കഴിയാൻ വേണ്ടിട്ട്. അപ്പോ 25th ക്വസ്റ്റ്യൻ, വാട്ട്സ് മൈ ഷൂ സൈസ്? 7. അതെ ഗൈസ്, 13. സ്കോർ. വാട്ട്സ് മൈ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? വിസിറ്റ് ടു കുവൈറ്റ്. നീ എന്താ പറഞ്ഞത്? ഗൾഫിൽ പോയത്. അതെ, ഞാനാ പറഞ്ഞ ഗൾഫ്. വിസിറ്റ് ടു കുവൈറ്റ്. ഞാൻ ഞാൻ ഗൾഫ് എന്ന് പറഞ്ഞ്. പക്ഷെ അമ്മയാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ 13 ടൈ. What's a lesson I have learned from a difficult experience? Not to trust anyone. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് ഗൈസ് ഇത്. ആരെയും വിശ്വസിക്കരുത്. ആരെയും വിശ്വസിക്കരുതെന്ന് ഇടയ്ക്ക് ഇരുന്ന് പറയുന്നത് കേട്ടോണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതങ്ങ് ഹിറ്റായി. ഇവളത് കേൾക്കാറില്ല. ബിക്കോസ് ഇവൾ എപ്പോഴും ഈ മുകളിലത്തെ റൂമിൽ അടയിരിക്കുകയാണ് ചെയ്യുന്നത്. താഴോട്ട് വരാറേ ഇല്ല. What was the score? 14-13. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് എ ക്വാളിറ്റി ഐ അഡ്മയർ ഇൻ അതേഴ്സ്? Simplicity. അനുവറ? Like, you know, കള്ളം പറയാത്ത. സിംപ്ലിസിറ്റി ആണ് ആൻസർ. അതെന്തുവാ? ബിക്കോസ് അവള് എപ്പോഴും സിമ്പിൾ ആയിട്ടല്ലേ തിങ്ക് ചെയ്യുന്നതും സിമ്പിൾ ആയിട്ട്. ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ടൊന്നും തിങ്ക് ചെയ്യാറില്ല. 15-13. അമ്മയ്ക്ക് 15 ആണ് 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ സില്ലിയസ്റ്റ് തിങ് ദാറ്റ് മേക്ക് മീ ലാഫ്? സില്ലിയസ്റ്റ്, ചീളേസ്. അതിൽ എനിക്ക് പെട്ടെന്ന് ചിരി വരുന്നത് എന്താണ്? ഇങ്ങനെ 5 കാണിക്കുന്നതൊക്കെ പ്രിറ്റൻഡ് ചെയ്യുന്നതായിരുന്നോ? അറിയാമോ രണ്ടുപേർക്കും? എന്നുവെച്ചാ നിന്നെ എനിക്ക് ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴും പെട്ടെന്ന് ചിരി വരുന്നേ. മേ ബി ഞാൻ ഒരു നോർമൽ രീതിയിലായിരിക്കാം, മൂഡിലായിരിക്കാം. പക്ഷെ എന്തായാലും എനിക്കറിയാം. എന്തുവാ? ആരെങ്കിലും പറഞ്ഞു വിടാലോ. പെട്ടെന്ന് ആരെങ്കിലും എനിക്ക് തെന്നി വീണാലേ പെട്ടെന്ന് ചിരി വരും. അവരെ പൊക്കാൻ നിക്കത്തില്ല, ഞാൻ ഇവിടെ ചിരിക്കും. എന്താന്നറിയാമോ, ഞാൻ എപ്പോഴും നീ ഇതുപോലെ ആരെങ്കിലും വീഴുമ്പം ഞാൻ എപ്പോഴും നിങ്ങളെ വഴക്ക് പറയാറുണ്ട്. അതിപ്പോ ഞാനായാലും 5 ആയാലും ഞങ്ങൾക്ക് 2 പേർക്കും ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷന്. അത് ബാഡ് ആണ്, ഐ നോ ദാറ്റ്. പക്ഷെ എന്തോ അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ സ്റ്റിൽ അവരിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും, അവരെ പൊക്കാൻ പോലും പോവാറില്ല. അപ്പൊ സ്കോർ വാസ് 16-13. സോ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് 30th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ചോദിക്കട്ടെ. ഡു ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്? No. Not yet. ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല ഗൈസ്. അപ്പൊ സ്കോർ എങ്ങനെയായിരുന്നു? 16-14. അപ്പോ ഈ ചാലഞ്ചിന്റെ വിന്നർ മീ, അമ്മയാണ് ഗൈസ്. സോ ഒരുപാട് ഫണ്ണായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് ഫണ്ണായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച്? ഒരുപാട് ചിരിച്ചു. നമ്മൾ രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ചുറ്റിപ്പോ ഞാൻ ഉറങ്ങി, താഴെ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ അനുവിന്റെ റൂമിൽ വന്നാണ് വീഡിയോ എടുക്കുന്നത്. 10:45 10:45 കേട്ടോ. അപ്പോൾ ഹൂ നോസ് മീ ബെറ്റർ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇട്ട കൂട്ട്, നിങ്ങൾ വോട്ട് ചെയ്ത കൂട്ട് നമ്മൾ
ഈ ഒരു ഹൂനോസ്മി ബെറ്റർ ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഞാൻ ഇതുപോലെ ഓരോന്ന് കമ്മ്യൂണിറ്റിയിൽ ഇടുമ്പോൾ നിങ്ങളത് കണ്ട് ഓരോന്ന് ഇങ്ങനെ ഇന്നത് ചെയ്യുന്നു പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. അല്ല ഇത് വേണ്ട വേറെ വേണമെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ വിന്നറിന് വലിയ സമ്മാനമൊന്നും സമ്മാനമില്ല, പോയി ശരിയല്ല കേട്ടോ. സ്നേഹം മാത്രം ഇത് വിന്നറിനോട്. സോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഫൺ ആൻഡ് എന്റർടൈനിങ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ലോഗ്. ബൈ.